ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് വറ്റൽമുളക് എടുത്ത് നമുക്ക് ചട്ടിയിൽ നന്നായി വറുത്തെടുക്കാം. നന്നായി വറുത്ത് അതിനുശേഷം ചെമ്മീൻ പൊടി നമുക്ക് വറുത്തെടുക്കാം. ഉണക്ക ചെമ്മീൻ്റെ പൊടിയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് ചെമ്മീൻ പൊടി നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് പുളി, പിന്നെ ഒരു അരമുറി നാളികേരം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂട്ടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാതും നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അരവായിട്ടുണ്ടെന്ന് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ അത്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിലേക്ക് നല്ല അടിപൊളിയായി കഴിക്കാൻ പറ്റും. ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഈ ചമ്മന്തിയാണ്. ഒന്നുകൂടി അരവാവണം, ഫുള്ളായിട്ട് അരവായിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം. ഏകദേശമൊക്കെ അരവായുണ്ട്, എന്നാലും ഒന്നുകൂടി ആയാൽ ചമ്മന്തി ഒന്നുകൂടി സെറ്റ് ആവുള്ളൂ. നമുക്കൊന്നും കൂടി അരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചമ്മന്തി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല അടിപൊളി നാളികേരും ഉണക്ക ചെമ്മീൻ പൊടിയും വറ്റൽമുളകും കൊച്ചുള്ളിയും ഒക്കെ ഇട്ട ചമ്മന്തി റെഡി. ഇനി നമുക്കിത് ചോറ് കഴിക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല സ്വാദിഷ്ടമായിട്ട് ഊണ് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചമ്മന്തി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കരുതേ.